വിരുന്നിൻ്റെ എപ്പിസോഡിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ആന്ധ്ര TMR വിതരണം നടത്തുന്നത് SP ഏജൻസീസാണ്. ആന്ധ്ര TMRൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ SP ഏജൻസീസിൻ്റെ പ്രത്യേകതകളും പ്രവർത്തനങ്ങളുമായി ശ്രീ രാജശേഖരൻ സാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. TMR കാറ്റിൽ ഫീഡ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ്, ആന്ധ്ര TMRൻ്റെ ഒരു ബ്രാൻഡ് കേരളത്തിൽ വിപണിയിലേക്ക് ഇറക്കിയത് എങ്ങനെയായിരുന്നു? അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഗൾഫിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിലേക്ക് ഇത് സക്സസ് ആവോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് നമ്മുടെ വൈഫുണ്ടായിരുന്നു, അളിയനുണ്ടായിരുന്നു, അവരെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാറുന്നു. പിന്നെ ഞാൻ ലൈനിലേക്ക് ഇറങ്ങി ശരിക്കും വർക്ക് ചെയ്തു. ശരിക്കും വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ കേരളത്തിലേക്ക് ഈ TMR ഇറക്കിയത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അവിടെ ഫാമിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ആന്ധ്രയിൽ TMR കൊടുക്കുന്നു, ബാംഗ്ലൂർക്ക് പോകുന്നു. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലേക്ക് ഇറക്കാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഫീഡ് ഇവിടേക്ക് എത്തിച്ചു തരുന്നത്. അങ്ങനെ എത്തിച്ച് ഞങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് സാങ്കേതിക പ്രശ്നങ്ങളാൽ ഈ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇതിൽ നിന്ന് ഒഴിവാവുകയും ഡയറക്റ്റ് എനിക്ക് നമ്പർ തന്ന് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാക്കി തരുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുവിധം ഡിസ്ട്രിക്റ്റിലൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. സർ, ഇപ്പോൾ ആന്ധ്ര TMR കേരളത്തിൽ വിപണിയിൽ എല്ലാ മേഖലയിലുമുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അതൊന്ന് പറയാം. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മിക്സ്ഡാണ്. TMR എന്ന് പറയുന്നത് ടോട്ടൽ മിക്സ്ഡ് റേഷൻ. ഒരു പശുവിന് വേണ്ട എല്ലാ ആഹാരങ്ങളും ഒറ്റ പാക്കേജിൽ, ധാന്യങ്ങളുടെ ചെടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഉണ്ടാവും, കപ്പലണ്ടിയുടെ ചെടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എള്ളുണ്ടാവും, എള്ളിൻ്റെ ചെടി. അങ്ങനെ ഇപ്പോൾ മൊക്കയെന്ന് വെച്ചാൽ ഈ ചോളത്തിൻ്റെ ചെടി. അങ്ങനെ റഫേസുകളും ധാന്യങ്ങളുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് കൊടുക്കുമ്പോൾ, ഈ ഫീഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് ശരിക്കും SNF ശരിക്കും വർദ്ധിക്കും. SNF പിന്നെ പാലിൻ്റെ കൊഴുപ്പ് കൂട്ടും, പാലുൽപാദനം കൂട്ടും. ചാണകം 4 ദിവസത്തിനുള്ളിൽ ചാണകം കട്ടിയായിട്ട് പോകും. ഈ ചാണകത്തിന് സ്മെല്ലുണ്ടാകത്തില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരിക്കും തൂക്കം വയ്ക്കും, ആടുകൾക്ക് ശരിക്കും തൂക്കം വയ്ക്കും. സാധാരണ മേയാൻ വിടുന്ന ആളും നമ്മൾ ഈ തീറ്റ കൊടുക്കുമ്പോഴും ശരിക്കും തൂക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ആടുകൾക്കും അതുപോലെ തന്നെ പശുവിനും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ അളവിലാണോ ഇത് കൊടുക്കുന്നത്? അതിൻ്റെ രീതികളൊക്കെ ഒന്ന് പറയും. അതെ, പെർ ലിറ്ററിന് 400 ഗ്രാം. പശു ചെറിയ സൈസിലുണ്ടെന്നുണ്ടെങ്കിൽ 450 ഗ്രാം. ആ ലെവലാണ് നമ്മളത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആടിനാവുമ്പോൾ ഒരു 300 ഗ്രാം 350 ഗ്രാം ആ രീതിയിൽ മതിയാവും ഒരു നേരത്തെ. ആടിനും പശുവിനും മാത്രമുള്ള ഫീഡാണത്. അതേപോലെ കാറ്റിൽ ഫീഡ് ഇറങ്ങുന്നുണ്ട്. അത് അടുത്തത് മൾട്ടിഫാം ഇതെല്ലാം ഇറങ്ങുന്നുണ്ട്. അടുത്ത മാസം ഓട്ടോമാറ്റിക് പ്ലാന്റ് ചലവും അതിനുശേഷം എല്ലാതരം ഫീഡുകളും പെല്ലറ്റും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ വൈക്കോൽ കൊടുക്കുന്നത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അയവിറക്കാൻ വേണ്ടിയിട്ടാണ്. ആ അയവിറക്കാനുള്ള സംവിധാനം ഈ ഫീഡിലുണ്ട്. ധാന്യങ്ങളുടെ ചെടികൾ ഫൈബർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈക്കോൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പച്ചപ്പുല്ല് കൊടുത്താൽ നന്നായിരിക്കും. പച്ചപ്പുല്ല് അയവിറക്കാൻ വേണ്ടി പച്ചപ്പുല്ല് കൊടുക്കണ്ട, ഈ ഫീഡ് കൂട്ടി കൊടുത്താലും മതി. പച്ചപ്പായിട്ട് ഈ TMRോടൊപ്പം അകത്ത് ചെന്നാൽ ഇത്തിരി കൂടി ഗുണം ചെയ്യും. അതിനാണ് പച്ചപ്പുല്ല് കൊടുക്കാൻ പറയുന്നത്. ഇതിനെ ഒരു ന്യൂ ജനറേഷൻ കാറ്റിൽ ഫീൽഡ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഒന്ന് പറയാം. ന്യൂ ജനറേഷൻ കാലിത്തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെല്ലറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വൈക്കോൽ കൊടുക്കണം, പിന്നെ തവിട് കൊടുക്കണം, പിന്നെ ഒരുപാട് ഐറ്റം മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇത് ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി.
വേറെ ഒന്നും കലക്കി ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കേണ്ട, ഒന്നും കൊടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. മാൻ പവർ എന്തോരം ലാഭം ഉണ്ടെന്നറിയാമോ? മാൻ പവർ ഒരുപാട് ഇതുണ്ട്. കാരണം 10-50 പൈസയുള്ള ഇതിൽ ഒരു 4 പണിക്കാരെ മാറ്റി നിർത്താം. കാരണം ഇത് ചാക്ക് പൊട്ടിച്ച് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അത് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് ഫാമിൻ്റെ ഓണേഴ്സ് ഉണ്ട്. കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആൾക്കാർ ദിനംപ്രതി നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് വ്യക്തികളുണ്ട്, ഫാം നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിൽ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കാണുന്നത് ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന, അവർക്കൊക്കെ ഇത് എത്രമാത്രം ഉപകാരപ്രദമാവും? ഒരുപാട് രീതിയിലുണ്ട്. ഒരുപാട് രീതി എന്ന് വെച്ചാൽ അവർക്ക് കോസ്റ്റ് ലാഭിക്കാം. പിന്നെ അവർക്ക് മാൻ പവർ ഇത് ചെയ്യാം. പിന്നെ ഒരു ഡോക്ടർ ഈ ഫാമിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഈ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടാവില്ല. ഇതൊരു ആയുർവേദവും ഒരു ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ യൂസ് ചെയ്യില്ലേ, ഇതൊരു ആയുർവേദമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഇത് സ്ലോലി. പിന്നെ ഇതിൽ വരുന്ന കുട്ടികൾ ശരിക്കും തൂക്കം വയ്ക്കുന്നുണ്ട്. ഒരുപാട് ഫാമുകൾ വിളിച്ച് നമുക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഇത് ശരിക്കും എഫക്റ്റീവാണ്, കുട്ടികൾക്കെല്ലാം ശരിക്കും തൂക്കം വയ്ക്കുന്നു, നല്ല പ്രൊഡക്റ്റാണ്. ഒരുപാട് പേര് വിളിച്ചിട്ട് ഇതിപ്പോൾ തന്നെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ വിളിച്ച് ഒരാൾ പറഞ്ഞത് എന്താ, ഒന്ന് വന്ന് ഫാം സന്ദർശിക്കണം കേട്ടോ എന്നാണ് പറഞ്ഞത്. എൻ്റെ ഫാമിലേക്ക് വന്നൊന്ന് കാണണം കേട്ടോ, എനിക്ക് ഇത്രയും നല്ല പ്രൊഡക്റ്റ് തന്നതിൻ്റെ പേരിൽ. ഞാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ അവർ ഫോൺ ചെയ്തു സാധനം കയറ്റി വിടും, പൈസ ഡ്രൈവറുടെ അടുത്ത് കൊടുത്തു വിടുകയും ചെയ്യും. ഞാൻ പോയിട്ടില്ല. അപ്പോൾ വന്ന് ഫാം കാണാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് മതി നമ്മളോട് ഉണ്ട്. കാരണം അവർക്ക് വിലയിലും വളരെ ലാഭകരമാണ്. വിലയിലും നമുക്ക് വളരെ ലാഭകരമായിട്ടാണ്. ഇപ്പോൾ മറ്റുള്ള ഫീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ലാഭകരമാണ്. ഇത് ഒരുപാട് ഗോഡ് ഫാമുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ഉപയോഗിച്ച് പോകുന്നുണ്ട്. അവരെല്ലാം നല്ല റിസൾട്ടാണ് പറയുന്നത്. കുട്ടികൾക്ക് തൂക്കം വയ്ക്കുന്നു, ആടുകൾക്ക് ശരിക്കും തൂക്കം വർദ്ധിക്കുന്നു, പാലുൽപാദനം കൂട്ടുന്നു. പിന്നെ ഇത് ടോട്ടൽ മിക്സഡ് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വേണ്ടത് നിങ്ങൾക്ക് ഒരു അല്പം ക്ഷമ ഇതിൽ കാണിക്കണം. കാരണം ഒറ്റയടിയിൽ പിന്നെ ഇത് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ഗ്രാജുവലായിട്ടേ കൂട്ടിക്കൊണ്ടുവരാവും. ഒറ്റയടിയിൽ നമ്മളിപ്പോൾ ഒരു കിലോ കേസ് കുറച്ചോ അല്ലെങ്കിൽ കേരള ഫീഡ് കുറച്ചോ അല്ലെങ്കിൽ ഗോദ്രേജ് കുറച്ചിട്ട് 1 കിലോ TMR ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് കുറയും. അങ്ങനെ ചെയ്യേണ്ടത് ഗ്രാജുവലായിട്ട് 1/4 കിലോ 1/2 കിലോ 3/4 കിലോ കൂട്ടി കൊണ്ടുവന്നിട്ട് പതുക്കെ മറ്റുള്ള ഫീഡുകൾ കുറച്ച് കൊണ്ടുവരാം. ശരിക്കും ഫലപ്രദമാണ്. ഒരുപാട് ഗോഡ് ഫാമുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ റിസൾട്ട് നോക്കിയാൽ തന്നെ അറിയാം. അത് അവർ തന്നെ പറയുന്നതായിട്ട് നമുക്കറിയാം. അവർ പറഞ്ഞ റിസൾട്ടാണ്. എനിക്കിത് അനുഭവമില്ല. അവർ പറയുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ബ്രാൻഡിനെ വിശ്വസിച്ച് ഒരുപാട് ഉപഭോക്താക്കൾ ഇതിൽ വഞ്ചിതരാകുന്നു എന്നുള്ളൊരു സത്യം കൂടി ഞാൻ വെളിപ്പെടുത്തിക്കോട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റുകളെ, അതിനെ അപരന്മാരെ എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും, വ്യാജന്മാരെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് പറയാമോ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പം 4 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫീൽഡിൽ ഇപ്പോൾ 6-7 മാസമായിട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. വ്യാജന്മാർ വന്നു കഴിഞ്ഞു. അതിപ്പോൾ നമ്മുടെ ഫീഡ് അനുഭവിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾ കൊടുത്തു നോക്കൂ. അതിനുശേഷം നിങ്ങൾ റിസൾട്ട് നോക്കൂ. അതാണ്. അപ്പോൾ ഈ വ്യാജന്മാർ നമ്മുടെ ഇതുപോലുള്ള ലേബലിലാണ് വരുന്നത്, അതോ അത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫീഡിനെ ഒരുപാട് തരം താത്തി കാണിക്കുന്നവരുണ്ട്. അതിപ്പോൾ ഉപയോഗിക്കുന്നവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനുള്ള സാധ്യത ഈ ഫാക്ടറിക്കുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും നാളെ ഞാൻ ഇതിന് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാണ്ടിരുന്നത് എനിക്ക് ലിമിറ്റ് ആയിരുന്നു ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ നയാ പ്ലാന്റ് പുതിയ പ്ലാന്റ് ചാലുവായി കഴിഞ്ഞാൽ മണിക്കൂറിൽ 10 ടൺ സാധ്യതയുള്ള പ്ലാന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞു. അടുത്ത ആഴ്ചയ്ക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ അവരെ ട്രയൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവിധ ഫീഡുകളും ഇറക്കാവുന്നതും പല്ലറ്റ് വരുന്നുണ്ട്, കുട്ടിത്തീറ്റ വരുന്നുണ്ട്, കോഴിത്തീറ്റ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പശുക്കളുടെയും ആടുകളുടെയും ആയി. അപ്പോൾ എല്ലാവിധവും സജ്ജീകരണമുള്ള ഒരു ഫാക്ടറിയാണ് വന്നിരിക്കുന്നത്. ഈ ആന്ധ്ര TMR എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ ഈ ഔഷധ ഗുണങ്ങൾ അതിനെങ്ങനെ സാറിന് 100% അതെങ്ങനെ പറയാൻ കഴിയും? എനിക്ക് അനുഭവമാണ്. എനിക്ക് പറയാൻ സാധിക്കുന്നത് എൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ എടുത്തു കൊണ്ടുപോകുന്നവരുടെ അനുഭവമാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്.
അപ്പോൾ അവരിൽ നല്ല ഇതുണ്ട്. ഈ ഫീൽഡിൽ കുറച്ച് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ 100% ക്വാളിറ്റിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ പ്രശ്നങ്ങളും ചെറിയ ഇത് കഴിഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്കതിന് പിന്നെ അതിനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, പരിഹരിക്കാൻ കഴിയുള്ളൂ. ഏതൊരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിലും കുടുംബത്തിന് സപ്പോർട്ട് ഒരു വലിയ ഘടകമല്ലേ? എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് ഇത്ര തിരക്കുള്ള താങ്കളുടെ ജീവിതത്തിൽ? ഒരുപാട് സപ്പോർട്ടാണ്. ഒരുപാട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഓഫീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൽ സ്റ്റാഫിനെ വെക്കണം. ആ സ്റ്റാഫിനെ വയ്ക്കുമ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടും. ആ റേറ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വൈഫാണ് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഒരുപാട് സപ്പോർട്ട് നമുക്ക് തരുന്നത് ഞാനില്ലായിരുന്നിട്ടാണെങ്കിലും ലോഡിങ് വരെ ചെയ്ത് പഠിപ്പിക്കുന്നതും അതിന് നേതൃത്വം വയ്ക്കുന്നത് വൈഫാണ്. വൈഫിൻ്റെ പേര് പ്രിയ രാജശേഖരൻ. പിന്നെ മക്കൾ എത്ര പേരാണ്? മക്കൾ 2 പേരാണ്. പേരെന്താണ്? ശ്യാം ശേഖർ, ശ്രേയ ശേഖർ. ശ്യാം ശേഖർ എന്ത് പഠിക്കുകയാണോ അതോ? അതെ, 7th പഠിക്കുന്നു. പിന്നെ മകള് ശ്രേയ 3 സ്റ്റാൻഡേർഡിൽ. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അതെ സന്തോഷമായിട്ട്. ആന്ധ്ര TMR-ഉം അതുപോലെ തന്നെ SP ഏജൻസീസും ഇപ്പോൾ ഈ കർഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കൂ. ശരിക്കും ഇത് ഒരു 1.5 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, മുൻകൂട്ടി പറഞ്ഞു, ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നുമാണ്. ഇത് നാച്ചുറൽ യൂറിയ ഇല്ലാത്ത ഫുഡാണ്. അപ്പോൾ അതിൻ്റേതായ ഇത് നമുക്ക് ഒരല്പം ക്ഷമയോടെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടും എന്ന് ഞാൻ പറയുന്നു. TMR-ൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ മില്ല് എന്ന് പറയുന്ന വേറൊരു ഫീഡും നമ്മുടെ അടുത്ത് കിട്ടാനുണ്ട്. അത് ശരിക്കും എഫക്റ്റീവാണ്. 10 ലിറ്റർ കിട്ടുന്ന പശുവിന് കാലത്ത് 1/2 കിലോ, വൈകിട്ട് 1/2 കിലോ, 1 കിലോ കൊടുത്താൽ, ഒരു ദിവസം കൊടുത്താൽ നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു, 1 ലിറ്ററിൽ കൂടുതൽ പാൽ ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും ഹെൽത്തി ആവുകയും ചെയ്യും. പശുക്കൾ ശരിക്കും ഹെൽത്തി ആവുകയും ചെയ്യും. തവിടോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വച്ചിടൊന്നും കൊടുക്കേണ്ട. ഈ തീറ്റും പച്ചപ്പുല്ലും മാത്രം കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പാല് കിട്ടുന്നതാണ്. പ്രോട്ടീൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ നല്ല ചാണകം ലൂസായിട്ട് പോകില്ല, നല്ല കട്ടി ചാണകമാണ് പശുവിനുണ്ടാകുന്നത്. നല്ല കൊഴുപ്പ് കൂടിയ പാലായിരിക്കും കിട്ടുന്നത്. എൻ്റെ പേര് പോളച്ചൻ. ഞാൻ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, കറുവീറ്റി തന്നെ. ഇവരിവിടെ തുടങ്ങിയതിന് ശേഷം ഇവിടുന്ന് തന്നെയാണ് തീറ്റ കൊണ്ടുപോകൽ. ഞാനിപ്പോൾ തീറ്റ കയറ്റിക്കൊണ്ടിരിക്കുന്നത് 40 പശുവിൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ കുട്ടികളും തീറ്റ നല്ല രീതിയിൽ കാര്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. അത് കൊണ്ടുപോയിട്ട് നല്ലൊരു ഇതാണ് കൊണ്ടുപോയിട്ട്. ഞാൻ ഇതിക്ക് മുന്നേ കൊടുത്തുകൊണ്ടിരുന്നത് വേറെ ഒരു ബ്രാൻഡാണ്, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നല്ല പശുക്കൾ ശരിക്കും നന്നാവുന്നുണ്ട്. പാലിന് കട്ടിയുണ്ട്. മറ്റേ പാട് നേരത്തേക്കാളും വില കിട്ടുന്നുണ്ട്. വേറെ ഇപ്പോൾ തീറ്റ കയറ്റിക്കൊണ്ടിരിക്കുന്നത് വേറെ അസുഖങ്ങളൊന്നും നേരത്തെ തീറ്റ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ അവിടെ വീക്കൊക്കെ നല്ലൊരു നമ്മുടെ കൂടപ്പുറപ്പായിരുന്നു. ഇപ്പോൾ അതില്ല. ഡോക്ടർമാർ കൂടെ വേണമെന്നുള്ളൊരു ആയിരുന്നു നേരത്തെ. ഇപ്പോൾ അങ്ങനെ അവിടെ വീക്കൊന്നുമില്ല. നല്ലൊരു രീതിയിലാണ് തീറ്റ പോകുന്നത്. ഇവർ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ തീറ്റ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ശരി, എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംവദിക്കുകയും താങ്കളുടെ തിരക്കുള്ള ജീവിതത്തിൽ ഒരല്പസമയം ആന്ധ്ര TMR-ൻ്റെ വിശേഷങ്ങളും SP ഏജൻസീസിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ പങ്കുവച്ചു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് താങ്കളുടെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യവും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുമായി ചെലവഴിച്ചതിൽ ദർശന TV വിരുന്നിൻ്റെ ഹൃദയംഗം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.